ഹലോ ഗായ്സ്, നമ്മൾ എവിടെ പോകുന്നത്? മിമി വാങ്ങാൻ. എന്ത് മീമി? മറ്റേ മിമി, വെള്ള മിമി. മത്തി മീമില്ല, അക്വേറിയത്തിലിടുന്ന മീമിയാണ്. കുട്ടി മിമി ഇതെല്ലാം മിമി വാങ്ങാണ്. അപ്പം അച്ഛൻ്റെയും മോൻ്റെയും ഇൻട്രോയ്ക്കൊക്കെ ശേഷം ഞാൻ വന്നതാണ്. അപ്പം ഞാൻ എന്നെ കാത്തുക്കുന്ന സമയം കൊണ്ട് അവരെടുത്ത ഇൻട്രോ ആണ്. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് മോൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മീനിനെ വാങ്ങാൻ പോവാണ്. കഴിക്കുന്ന മീനല്ല കേട്ടോ, അലങ്കാര മത്സ്യങ്ങളെയാണ് വാങ്ങാൻ പോകുന്നത്. അത് വീട്ടിലൊരു അക്വേറിയം ഉണ്ടായിരുന്നു, അക്വേറിയം ബൗള്. അപ്പോൾ അതിൽ ഇടാനും മീനില്ലായിരുന്നു. അപ്പം മീനിനെ വാങ്ങാൻ വേണ്ടി പോവാണ് ഇവിടെ അടുത്ത്. അതിന് മുൻപേ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മ്യൂറൽ ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. അതപ്പോൾ സെയിലായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഓർഡർ വന്നു എന്നൊക്കെ. അപ്പോൾ അതൊന്ന് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പോത്തങ്കോട് സ്വപ്ന സ്റ്റുഡിയോയിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ പോയി റേറ്റും കാര്യങ്ങളും ചോദിച്ച് ഫ്രെയിമൊക്കെ സെലക്ട് ചെയ്ത് അപ്പം ഞാൻ അവിടുത്തെ ചെറിയൊരു ഷോട്ടും എടുത്തതാട്ടോ. അങ്ങനെ അവിടുന്ന് ഫ്രെയിമിങ്ങൊക്കെ കൊടുത്ത് അപ്പം ഇവിടെ ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമാട്ടോ. കാരണം ഇവിടെ വൺ വേ ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര ഒരു കൺജസ്റ്റഡ് ആണ്, ഭയങ്കര തിരക്കായിരിക്കും. അതിനുശേഷം ഞങ്ങൾ നേരെ മീൻ വാങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ പോകുമ്പോൾ നല്ല ഭംഗിയുണ്ടായിട്ട് ഞാൻ ചെറിയ ചെറിയ ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തതാട്ടോ. അപ്പം ഞങ്ങൾ ഗപ്പീനെ വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതാ ഞങ്ങൾ അലങ്കാര മത്സ്യ ഫാമിലേക്കാണ് പോകുന്നത്. ഗപ്പിയുടെ ഫാമുണ്ട്, അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ ഏട്ടനൊരു തവണ ഇവിടെ വന്നിട്ടുണ്ട്, ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളവിടെ ഫാമിലെത്തി. അപ്പോൾ അവിടെ കയറുമ്പോഴാണ് അവർ പറഞ്ഞത് ഇപ്പോൾ കുറച്ച് കാലത്തേക്ക് ഞങ്ങളിവിടെ ഫാം നിർത്തി വെച്ചതാണെന്ന്. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ തൊട്ടടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഷോപ്പ്, പെറ്റിൻ്റെ ഷോപ്പ് കണ്ടു. ഭയങ്കര ചെറിയൊരു ഷോപ്പാട്ടോ. അപ്പം ഞങ്ങൾ അവിടെ കയറി. അവിടെ പുറത്തൊക്കെ കുറച്ച് പെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ചോദിച്ചു അവിടെയൊക്കെ നമ്മൾ വിചാരിച്ച സാധനങ്ങൾ ഉണ്ടാവുമോ എന്ന്. പക്ഷേ അവിടെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത്, എന്ത് പെറ്റാണോ ഉള്ളത് അതിന് വേണ്ട സകല സാധനങ്ങളും ആ ഷോപ്പിലുണ്ട്. കാണുമ്പോൾ ഒരു കുഞ്ഞു ഷോപ്പാണെന്നേ ഉള്ളൂ, ഉള്ളിലേക്കൊക്കെ കുറച്ച് നല്ല സ്പേഷ്യസ് ആട്ടോ. അങ്ങനെ ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ തന്നെ അതിൻ്റെ ഫുഡും കാര്യങ്ങളും, പേർഷ്യൻ കാറ്റിന് വേണ്ട ഫുഡ്, ഡോഗ്സിൻ്റെ പെഡിഗിരി കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. പിന്നെ അക്വേറിയം, അവരവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു അക്വേറിയം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളോട്ട് കുറച്ച് ഉള്ളിലേക്കാണ് അക്വേറിയം കാര്യങ്ങളൊക്കെ ഉള്ളത്. നല്ല കുഞ്ഞി അക്വേറിയം കേട്ടോ അവിടെ മുന്നിൽ സെറ്റ് ചെയ്തത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അവർ സെറ്റ് ചെയ്തത് നല്ല ഭയങ്കര ഒരു തീരെ ഒരു അഴുക്കും കാര്യങ്ങളും ഇല്ലാണ്ട് നല്ല ക്ലിയർ ആൻഡ് ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയുന്ന പോലെ നല്ല ക്ലിയർ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് മീനും കാര്യങ്ങളും പുറത്തുള്ളതൊക്കെ ഒന്ന് കണ്ട് പിന്നെയാണ് ഞങ്ങൾ ഉള്ളിലേക്കുള്ളതൊക്കെ കണ്ടത്. പിന്നെ അവിടെ ചെടികളും, മീനിന് ഉള്ളിൽ വെക്കേണ്ട ചെടികൾ, പിന്നെ ബേഡ്സിന് വേണ്ട കൂടും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പല ടൈപ്പ് കൂടുകളുണ്ടായിരുന്നു. പിന്നെ കുറേ അക്വേറിയം, പലതരം മീനുകൾ, പേരറിയാത്ത കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അതിനൊക്കെ കാണാൻ. അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ മീനൊരു സെക്ഷൻ, അതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മളെ ബേഡ്സും കാര്യങ്ങളൊക്കെയാണുള്ളത്. അപ്പം ഞാൻ മീനിനൊക്കെ കുറച്ച് കാണിച്ചിട്ട് ശേഷം ബേഡ്സിൻ്റെ സെക്ഷൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഒന്നും പേരെനിക്ക് അറിയില്ല കേട്ടോ, ചിലതൊക്കെ അറിയാം. ഇതൊക്കെ ടൈഗർ ഫിഷാണ്. പിന്നെ ഇത് ഗപ്പി, അങ്ങനെ കുറച്ച് മീനിൻ്റെ പേരൊക്കെ അറിയുള്ളൂ. ഇതൊന്നും എനിക്കറിയില്ല. അതൊക്കെ ഗപ്പി തന്നെ പല ടൈപ്പ്. ഇത് ഗപ്പി അല്ല കേട്ടോ, ഇത് വേറെന്തോ ബ്ലാക്ക് മോളി, വൈറ്റ് മോളി എന്നൊക്കെ പറയുന്നതാണ്. പിന്നെ ഇത് ഗപ്പി, അങ്ങനെ റെഡ് ഐ ഗപ്പി, അങ്ങനെ കുറച്ച് പേരുകൾ മാത്രമേ എനിക്കറിയുള്ളൂ. ഇത് ടെട്ര, ഇതൊക്കെ വീട്ടിലുണ്ടായിരുന്നു ആദ്യം. അപ്പം ഞങ്ങൾ ഇതാ ബേഡ്സിൻ്റെ സെക്ഷനിൽ പോയിട്ട് കുറച്ച് വീഡിയോസ് എടുത്തിട്ടോ. ലവ് ബേഡ്സും അങ്ങനെ എന്തൊക്കെയോ ടൈപ്പ് ബേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൂടുതൽ മീനുകൾ തന്നെയാണുള്ളത്. ഈ പല ടൈപ്പ് മീൻ തന്നെയാണ് കൂടുതലുള്ളത്. ബേഡ്സൊക്കെ ഉണ്ട്, പക്ഷെ കുറവാണ്. അങ്ങനെ നല്ല ഗോൾഡ് ഫിഷൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ഒരു ലൈറ്റിൽ കാണാൻ. അങ്ങനെ ഞങ്ങൾ എല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം ഒന്ന് കണ്ടു നോക്കുക.
ഗോൾഡ് ഫിഷും ഓരോ പെയർ വീതമാണ് വാങ്ങിയത്. ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി കൈ നിറയെ സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ വീട്ടിൽ പോയിട്ട് ഈ അക്വേറിയം ഒന്ന് സെറ്റാക്കണം. അപ്പം ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ഇതാണ് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയത്. മീനിന് വേണ്ട ഫുഡ്, മീനിനെ പിടിക്കേണ്ട ഒരു നെറ്റ്, പിന്നെ ലൈറ്റ്, പിന്നെ അതിന് എന്തോ ചെടിയൊക്കെ വെച്ചിട്ടുള്ളൊരു ടൈപ്പാണ് ഏട്ടൻ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അതിൻ്റെ സീഡും ഉണ്ട്, സാൻഡിലും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരെങ്ങനെയാണ് ഇത് സെറ്റാക്കുന്നതെന്നൊക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. എനിക്ക് ഇതിനെപ്പറ്റി അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അവർ ഇത് രണ്ടാളും കൂടി ഇരുന്ന് കഴുകുന്നൊക്കെ കണ്ട് ഈ ഒരു സ്റ്റോണ് നന്നായിട്ട് കഴുകിയിട്ട് ഇതിൽ നല്ലോണം കഴുകിയ ശേഷമാണ് ഈ അക്വേറിയത്തിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ രണ്ടാളും കൂടി ഇരുന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ ശേഷം ബൗളൊക്കെ ഓൾറെഡി 2 ദിവസം മുന്നേ കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചതാട്ടോ. അപ്പം ആ സ്റ്റോൺ ഇട്ട് കൊടുത്തു. സ്റ്റോണോ സാൻഡിലോ എന്തോ ആണ്, ഒരു ചെറിയൊരു മണിമണി പോലെയാണ് ഉള്ളത്. അപ്പോൾ അത് ഇട്ടുകൊടുത്തു. അതിട്ടിട്ട് അതിൻ്റെ മേലെ വിത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ അങ്ങനെ ജസ്റ്റ് 2 ദിവസം ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഈ മീനിനെ ഞങ്ങളെ ഇവിടുത്തെ വെള്ളത്തിലൊന്ന് കുറച്ച് സമയം ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ടെമ്പറേച്ചർ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ ഷോക്ക് വരുമെന്നാണ് പറയാം. ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും ഈ വിത്ത് മുള പൊട്ടൊന്നും ചെയ്തില്ല കേട്ടോ. അതൊന്നും ഒരൊറ്റൊന്ന് മാത്രമേ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറിയൊരു ഗ്രോ വന്നിട്ടുള്ളായിരുന്നു. അപ്പം ഞങ്ങളിവിടെ അടുത്തൊരു കുളമുണ്ട്. അപ്പോൾ കുളത്തിലേക്ക് പോകുമ്പോഴുള്ളൊരു കാഴ്ചകളാട്ടോ അത്. അപ്പം ആ കുളത്ത് പോയിട്ട് നമുക്ക് ആ അക്വേറിയത്തിലുള്ള ചമ്മിയും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചമ്മി എടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. 2 ദിവസം കഴിഞ്ഞ ശേഷം കേട്ടോ. 2 ദിവസം ഞങ്ങൾ കുറച്ച് നോക്കി, കുറച്ച് വെയിറ്റ് ചെയ്തത് എന്താണ് ഗ്രോ എന്തെങ്കിലും വരുമോയെന്ന്. പക്ഷേ ഒന്നും വന്നില്ല. അപ്പം ഞങ്ങൾ ചമ്മി എടുക്കാൻ പോവാണ്. കുറച്ച് പോകാണ്ട് കേട്ടോ. ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ചൊരു ദൂരമുണ്ട്. അപ്പോൾ അതാ കുളത്തിൻ്റെ അടുത്ത് എത്താനായി. അപ്പോൾ പോകുമ്പോഴുള്ള കാഴ്ചകളാട്ടോ ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചത്. ഒരു നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഇതാ ഞങ്ങൾ കുളത്തിലെത്തി. കുളം കാണാൻ അത്ര വലിയ വൃത്തിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇറങ്ങാനൊക്കെ വേണ്ടിയിട്ട് സ്റ്റെപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നല്ല ആഴമുണ്ട് കേട്ടോ കുളത്തിന്. അപ്പം ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് കുറച്ച് നോക്കി. പിന്നെ അവിടെ നല്ല വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലമാട്ടോ. നല്ല സിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട്. നല്ല ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ. പിന്നെ നല്ല ഊഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ നല്ലൊരു കാറ്റടിച്ചു കേട്ടോ. അപ്പോൾ കാറ്റടിച്ചാൽ ഞാൻ വിചാരിച്ചു അതും കൂടി ഒന്ന് കാണിക്കാം. നല്ല രസമുണ്ടായിരുന്നു. അവിടെ അധികം വെയിലൊന്നും ഇല്ല. വൈകുന്നേരം എന്നല്ല, നട്ട് ഉച്ചയ്ക്ക് പോയാലും അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം അവിടെ നല്ല വലിയൊരു മരമുണ്ട്. ആ മരത്തിൻ്റെ തണലിലാണ് ഊഞ്ഞാലും സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. 2 മരമുണ്ട് കേട്ടോ. നല്ലൊരു സുഖമുണ്ട് അവിടെ. അപ്പോൾ ഊഞ്ഞാൽ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഊഞ്ഞാലിൽ തന്നെ ഇരുന്നു. അപ്പോൾ ഊഞ്ഞാലിൽ അങ്ങനെ ആടുമ്പോൾ നമ്മളെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരും. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഓണത്തിനൊക്കെ ഊഞ്ഞാലിട്ട് ആടുക. ഓണത്തിന് എന്നല്ല, ഞങ്ങളെ വീട്ടിൽ തറവാട്ടിൽ ഒരു ഊഞ്ഞാൽ ഉണ്ടായിരുന്നു മുറ്റത്ത്. അപ്പോൾ അതൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഞാനൊന്ന് ഇവിടേക്കും ഈ കുളത്തിൻ്റെ അടുത്തേക്ക് വന്നത്. ഞാൻ ഊഞ്ഞാലാട് തന്നെയായിരുന്നു. ഭയങ്കര ഒരു ഇഷ്ടമാണത് ഊഞ്ഞാലാടാൻ. ഇപ്പോഴും ഇഷ്ടമാണ് ഊഞ്ഞാലാടാൻ. അപ്പം അങ്ങനെ ഞങ്ങൾ ചമ്മിയൊക്കെ എടുത്ത് നേരെ വീട്ടിലെത്തി. ചെമ്മി ഞങ്ങൾ നല്ലോണം കഴുകി അതിൽ കല്ലുപ്പിട്ട് വെക്കും കേട്ടോ. എന്തെങ്കിലും മീനിന് എന്തെങ്കിലും ഫംഗസും കാര്യങ്ങളൊക്കെ വന്നാലോ വിചാരിച്ചിട്ട്
വേറെ കുളത്തു നിന്നൊക്കെ എടുത്തുകൊണ്ടോന്നല്ലേ, അപ്പം നല്ലോണം കല്ലുപ്പിട്ട് കൊടുക്കും. അതേപോലെ തന്നെ അക്വേറിയത്തിലും ഞങ്ങൾ കല്ലുപ്പിടും കേട്ടോ. കാരണം മീനിന് ഫംഗസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കല്ലുപ്പിടുന്നത് നല്ലതാണ്. ഞങ്ങൾ ഓൾറെഡി ഞങ്ങളെ വീട്ടിൽ അക്വേറിയം കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് മീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, കുറച്ചേ ഉള്ളൂ, ആദ്യത്തെ അത്ര ഇല്ല, ആദ്യം കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ അക്വേറിയമൊക്കെ കഴുകി അക്വേറിയത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ചമ്മിയും നന്നായിട്ട് കഴുകി ഈ ഇതിലേക്ക് ഇട്ട് കൊടുത്ത്. ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ. മോനിപ്പം പായടാണ് ഇഷ്ടം കൂടി വരാൻ തുടങ്ങിയത്. ആദ്യം ചെറുപ്പത്തിൽ അവൻ അങ്ങനെ കാണുന്നല്ലാണ്ട് ഇപ്പം അവന് ഭയങ്കര ഇഷ്ടമാണ്. മീനിനെ കാണണം, മീനിന് ഫുഡ് കൊടുക്കണം, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇഷ്ടമാണ്. അപ്പം ഏട്ടൻ ആദ്യം അങ്ങനെ തന്നെയാണ്, ഇഷ്ടമാണ്. പിന്നെ ഞാനില്ലേ ഏട്ടൻ മീനിനെയൊക്കെ പിടിച്ച് അക്വേറിയത്തിലേക്ക് ഇട്ട്. അപ്പോൾ അതാ ആദ്യം തന്നെ പിടിച്ചത് റെഡ് മോളിനെയാണ്. അപ്പം റെഡ് മോളിനെ ഇട്ട് കൊടുത്തു. പിന്നെ അതാ ഗോൾഡ് ഫിഷിനെ ഇട്ട് കൊടുത്തു കേട്ടോ. ഗപ്പി വാങ്ങാൻ പോയ ഞങ്ങൾ ഗോൾഡ് ഫിഷും റെഡ് മോളിയും ആയിട്ടാണ് തിരിച്ചു വന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെയാണ് ടേബിളിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. കാരണം ലൈറ്റും കാര്യങ്ങളും വരുമ്പോൾ പ്ലഗ് അടുത്ത് വേണമല്ലോ. അപ്പം ഞങ്ങൾ ടേബിളിൻ്റെ മുകളിൽ വെച്ചു. അപ്പോൾ കുറച്ച് വെള്ളത്തിലാണ് മീനിനൊക്കെ ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ഇത് നിറയെ വെള്ളം ഒഴിച്ച് സെറ്റാക്കണം. അപ്പോൾ അതാ വെള്ളം ഒഴിക്കാനൊക്കെ തുടങ്ങി. മെല്ലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ. അങ്ങനെ നമ്മുടെ അക്വേറിയത്തിൽ നിറയെ വെള്ളമൊക്കെ ഒഴിച്ച് മീൻകുട്ടന്മാരെ നല്ലപോലെ കാണുന്നുണ്ട്. അങ്ങനെ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ ലൈറ്റ് പിടിപ്പിക്കാനാണുള്ളത്. അപ്പോൾ ലൈറ്റ് ഇങ്ങനെ ഈ ബൗളിൻ്റെ മുകളിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്യുന്ന മാതിരത്തെ ലൈറ്റാണ്. അങ്ങനെ ലൈറ്റ് സെറ്റാക്കി. ഇനി അവർക്ക് ഫുഡ് കൊടുക്കാനും കൂടി ഉള്ളൂ കേട്ടോ, വേറെ വലിയ പരിപാടിയൊന്നുമില്ല. പിന്നെ ഇനി കുറച്ച് കല്ലുകളൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ അടിയിലിട്ട് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം ഇപ്പം എന്തായാലും ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഇനി എന്തെങ്കിലും അക്വേറിയത്തിൽ മാറ്റങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പം ഇപ്പം അതാ അത്ര ഈ ചമ്മി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അവരത് കഴിക്കുന്നുമുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ അക്വേറിയം സെറ്റാക്കിയ ശേഷം കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ അടിയിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വരൂ കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വെറൈറ്റി വീഡിയോയിൽ കാണുന്നവരെ ബൈ.